sir, okay. Hello everyone, welcome back to Talent PS Academy's yet another English live. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു യെസ് അല്ലെങ്കിൽ ഒരു തംസ് അപ്പ് നിങ്ങൾ ഒന്ന് ചാറ്റിൽ ഇട്ട് തരിക. ഹലോ അൽഫിയ, വന്നത് കറക്റ്റ് തന്നെ പ്രസന്റ് കൊടുത്തിട്ടുണ്ട് അൽഫിയ. 6 മണിക്ക് 7 മണിക്കുള്ള ക്ലാസ് നേരത്തെ ആക്കിയോ? ഷെഡ്യൂൾ നമ്മുടെ ലൈവ് ഷെഡ്യൂൾ നിങ്ങൾ നോട്ടിഫൈ മീ എന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ മതിയാവും. എപ്പോഴാണോ ലൈവ് പോകുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അറിവ് ലഭിക്കും. ഓക്കെ. ഹലോ അക്ഷയ്, ഹായ്. ഹലോ സുബീഷ്, ഓൾ ക്ലിയർ. ഓക്കെ. ആര്യ യെസ്. അപ്പം എല്ലാവരും യെസ് തന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പാഠഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, അഡ്ജക്റ്റീവ്സ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് ആർക്കൊക്കെ എന്തൊക്കെ അറിയാം? അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്ജക്റ്റീവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തെല്ലാം? യെസ്, നമ്മൾ ഇന്ന് OBS എന്നാണ് എടുക്കുന്നത്. ഞാൻ സ്റ്റുഡിയോയിലില്ല, അതുകൊണ്ടാണ് നമ്മളെ കാണാത്തത്. നോ വറീസ്, നമ്മുടെ ലെസൺ അടിപൊളിയായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും ഇന്നും. അപ്പം എല്ലാവർക്കും കേൾക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ തന്നെ വളരെ സന്തോഷം. എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് ആയിട്ടുള്ള അഡ്ജക്റ്റീവ് എന്താണെന്ന്. ഓക്കെ, അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മളെല്ലാം പറഞ്ഞു പോയപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? വിശേഷണം, അല്ലെ? വിശേഷണങ്ങളാണ് ഒരു നൗണിനെ, ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് എന്ത്? ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന, മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡാണ് എന്ത്? അഡ്ജക്റ്റീവ്. ഓക്കെ, സോ അഡ്ജക്റ്റീവ് ഇസ് എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ഓർ മോഡിഫൈസ് എ നൗൺ ഓർ എ പ്രോനൗൺ. ഒരു നാമത്തെയോ ഒരു സർവനാമത്തെയോ, നാമം എന്ന് പറയുമ്പോൾ നൗണും സർവനാമം എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോനൗണും. ഓക്കെ, അപ്പം ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു സർവനാമത്തെ വിശേഷിപ്പിക്കുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന, മോഡിഫൈ ചെയ്യുന്ന ഒരു വേർഡാണ് എന്ത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ അഡ്ജക്റ്റീവ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? ഇറ്റ് ഗീവ്സ് മോർ ഇൻഫർമേഷൻ അബൌട്ട് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ. ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ വ്യക്തി ഈ പറയുന്ന നാമമാണല്ലോ, ഒരു നൗൺ ആണ് എന്ത്? ഒരു പേഴ്സണെ കുറിച്ചോ പ്ലേസിനെ കുറിച്ചോ തിങ്ങിനെ കുറിച്ചോ ഐഡിയയെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്, അല്ലെ? അപ്പൊ ഇൻഫർമേഷൻ, ബേസിക് ഇൻഫർമേഷൻ അല്ലാതെ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്കൊരു വ്യക്തിയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിനെ പറ്റിയോ ഒരു ഐഡിയയെ പറ്റിയോ ഒരു ഫീലിങ്ങിനെ പറ്റിയോ അറിയണമെന്നുണ്ടെങ്കിൽ എന്താവണം? നമുക്കവിടെ ഒരു അഡ്ജക്റ്റീവിന്റെ ആവശ്യം ഉണ്ട്. ഓക്കെ, അപ്പോൾ അഡ്ജക്റ്റീവിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് മോഡിഫൈസ് എ നൗൺ, ഇറ്റ് ഗിവ്സ് മോർ ഇൻഫർമേഷൻ അബൌട്ട് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. എപ്പോഴും എല്ലാത്തിനും നമുക്ക് എക്സാമ്പിൾ വെച്ചാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെ? അപ്പം സ്റ്റുഡന്റ്, ഷീ ഈസ് എ സ്റ്റുഡന്റ് എന്ന് വിചാരിക്കുക. നമ്മളൊരു സെന്റൻസ് എടുക്കുമ്പോൾ ഷീ ഈസ് എ സ്റ്റുഡന്റ് എന്ന് എടുക്കുകയാണ് നമ്മൾ നിൽക്കുക. ഓക്കെ, ഇതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. ഇറ്റ് മേക്സ് കംപ്ലീറ്റ് സെൻസ്, അല്ലെ? ഈ പറയുന്ന ഷീ എന്ന് പറയുന്ന ഈ പ്രോനൗൺ, ഓക്കെ, അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഇവിടെ ഉള്ളത്. ഷീ ഈസ് എ സ്റ്റുഡന്റ്, അവള് ഒരു സ്റ്റുഡന്റ് ആണ്. ഓക്കെ, പഠിക്കുന്ന കുട്ടിയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്റ്റുഡന്റിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാണ്. ഓക്കെ, ഈ പറയുന്ന നൗണിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഒന്നുകൂടി അത് കറക്റ്റ് ആയിട്ട് പറയുകയാണ് എങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കൂ, ഷീ ഈസ് എ ബ്രില്യന്റ് സ്റ്റുഡന്റ്.
ആ കളക്റ്റീവ് നൗൺ ആയിട്ടുള്ള സ്റ്റുഡന്റിനെ ഒന്നുകൂടി എന്ത് ചെയ്യാണ്, മോഡിഫൈ ചെയ്യാണ്. അവൾ ആരാണ്? വെറും സ്റ്റുഡന്റ് അല്ല, ഒരു ബ്രില്യന്റ് സ്റ്റുഡന്റ് ആണ്. ഓക്കെ, ഷീ ഈസ് എ ബ്രില്യന്റ് സ്റ്റുഡന്റ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ആ കുട്ടി ഒരു സ്റ്റുഡന്റ് മാത്രമല്ല, നന്നായിട്ട് വളരെയധികം നന്നായി പഠിക്കുന്ന, വളരെയധികം നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പം ഇതേപോലെ തന്നിരിക്കുന്ന നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ്, ഓക്കെ, മോഡിഫൈ ചെയ്യുന്ന ഒന്നാണ് എന്ത്, ഈ പറയുന്ന നൗണിനെയോ പ്രൊനൗണിനെയോ മോഡിഫൈ ചെയ്യുന്ന ഒന്നാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാനൊരു സെന്റൻസ് തരികയാണ് നിങ്ങൾക്ക്. She wore a dash dress. ഒരു ബ്ലാങ്ക് ഒരു ഡ്രസ്. ഓക്കെ, ഷീ വോർ എ ബ്ലാങ്ക് ഡ്രസ്. ഇവിടെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അഡ്ജക്റ്റീവ് കൊടുക്കാനാകുമോ? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഷീ വോർ എ ബ്ലാങ്ക്, അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ഫില്ല് ചെയ്യാം. അവിടെ ഒരു ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഷീ വോർ എ ബ്ലാങ്ക് ഡ്രസ്. അപ്പം ഈ ബ്ലാങ്കിന്റെ ഉള്ളിൽ നിങ്ങൾ ഒരു അഡ്ജക്റ്റീവ് ഫില്ല് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, പറ്റുന്ന അഡ്ജക്റ്റീവ്സ് ഒന്ന് പറയൂ നമ്മുടെ ചാറ്റില്. അതെ അൽഫി, അഡ്ജക്റ്റീവ്. യെസ് ബീറ്റ്സ്, കറക്റ്റ് ആണ്. ഇവിടെ ബ്രില്യന്റ് ആണ് നമ്മുടെ അഡ്ജക്റ്റീവ്. ഒരു പേഴ്സൺ, പ്ലേസ്, തിങ്ങിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരണം. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി ഷീ വോർ എ ഡ്രസ്. അവര് ഒരു ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പം ഈ ഡ്രസ്സിനെ കുറിച്ച് അധിക ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? ഇവിടെ ഒന്ന് നമുക്ക് വണ്ടർഫുൾ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ, വളരെ മനോഹരമായിട്ടുള്ള, ബ്യൂട്ടിഫുൾ എന്ന് കൊടുക്കാം. ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു കളർ കൊടുക്കാം അല്ലെ, റെഡ്. അപ്പൊ നമ്മൾക്ക് കുറെ അധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ ഇതില്. വണ്ടർഫുൾ എന്ന് കൊടുക്കാം, ബ്യൂട്ടിഫുൾ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഈ തന്നിരിക്കുന്ന പോലെ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് എന്ന് കൊടുക്കാം. അപ്പൊ ഷീ വോർ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അല്ലെങ്കിൽ ഷീ വോർ എ വണ്ടർഫുൾ ഡ്രസ്. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡ്രസ് എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പം ഇതെന്താണ്? ഈ കൂട്ടിച്ചേർക്കുന്ന ബ്യൂട്ടിഫുൾ ആയിക്കോട്ടെ, വണ്ടർഫുൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കളേഴ്സ് ആയിക്കോട്ടെ, അതെന്താണ്? ഒരു അഡ്ജക്റ്റീവ് ആണ് അവിടെ അല്ലെ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഡ്രസ്സിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ അവിടെ കിട്ടുകയാണ്. അത് വളരെ ഭംഗിയുള്ള അല്ലെങ്കിൽ വണ്ടർഫുൾ ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു, അല്ലെങ്കിൽ അത് റെഡ് കളറിലുള്ള ഡ്രസ്സായിരുന്നു, അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സായിരുന്നു എന്നതാണ് ഇത്തരത്തിൽ നമുക്ക് അഡ്ജക്റ്റീവ്സിനെ കൊണ്ട് പറയാൻ പറ്റുക. ഓക്കെ, അപ്പം എന്തൊക്കെ ടൈപ്പ് അഡ്ജക്റ്റീവ്സ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എത്ര കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് ഉണ്ട്? ഓരോ അഡ്ജക്റ്റീവും എന്ത് ടൈപ്പിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മൾ. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നതാണ്. ക്വാളിറ്റി. അപ്പൊ നമ്മൾ പഠിച്ചിരുന്നു, എന്താണ് നമ്മൾ പഠിച്ചത്? അബ്സ്ട്രാക്ട് നൗണില് ഒരു പേഴ്സന്റെ, ഇപ്പൊ കൈൻഡ്നെസ് എന്ന നൗൺ അല്ലെ, അല്ലെങ്കിൽ ബ്രേവറി എന്ന നൗൺ. ഓക്കെ, അതെന്താണ്? ഒരു ക്വാളിറ്റി ആണ്. അത് അഡ്ജക്റ്റീവ് ആകുമ്പോൾ എന്താകുന്നു? ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ നേച്ചർ ഓർ ക്വാളിഫൈ എ നൗൺ. ക്വാളിറ്റി ഓഫ് എ നൗൺ, സോറി, ക്വാളിറ്റി. ഓക്കെ, ക്വാളിറ്റി ഓഫ് എ നൗൺ. നൗണിന്റെ ഒരു ക്വാളിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ ആ നൗൺ എങ്ങനെയാണ്, എന്ത് തരത്തിലാണ് ഉള്ളത് എന്നൊരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് എ കൈൻഡ് വുമൻ. കൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി. കൈൻഡ്നെസ് നമുക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലെ. നമുക്ക് കാണാനോ നേരിട്ട് ഈ പറയുന്ന കേൾക്കുവാനോ തൊടാനോ പറ്റുന്ന ഒരു സംഭവമല്ല എന്ത്? കൈൻഡ്നെസ് എന്ന ഇത്. അപ്പൊ ആ ക്വാളിറ്റിയെ ആണ് പറയുന്നത് എങ്കിൽ അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി വരുന്നു അവിടെ. ഷീ ഈസ് എ കൈൻഡ് വുമൻ.
ഓക്കെ, അപ്പൊ നിങ്ങൾ വേറൊരു എക്സാമ്പിള് ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഇവിടെ കൊടുക്കുന്ന ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. ഹി ഈസ് എ ഡാഷ് വർക്കർ. നമുക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി കൊണ്ട് ഇവിടെ ഫില്ല് ചെയ്യാമെങ്കിൽ നമ്മൾ എന്തായിരിക്കും അവിടെ കൊടുക്കുക? നമുക്ക് എന്തൊക്കെ കൊടുക്കാം അവിടെ? ഹി ഈസ് എ ഹാർഡ് വർക്കർ, വളരെ കഷ്ടപ്പെട്ട് വളരെ നന്നായിട്ട് പണിയെടുക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഹി ഈസ് എ സ്മാർട്ട് വർക്കർ, അതും നമുക്ക് പറയാം അല്ലെ. വളരെയധികം സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അയാൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഒരുപാട് ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ ഒരുപാട് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള്, ഹീസ് എ ഗുഡ് വർക്കർ. യെസ്, തീർച്ചയായിട്ടും നമുക്ക് പറയാം അയാൾ നല്ലൊരു വർക്കറാണ്, അതായത് നന്നായിട്ട് പണിയെടുക്കുന്ന ഒരാളാണ്. കൈൻഡ്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, കൈൻഡ് ആയിട്ടുള്ള ഒരു വർക്കറാണ്. പക്ഷെ അത് മോർ ലൈക്ക് ക്വാളിറ്റി ഓഫ് ദ പേഴ്സൺ അല്ലെ. വർക്കിന്റെ ഒരു വർക്കർ എന്ന് വന്നതുകൊണ്ട് വർക്കറിനെ കുറച്ചും കൂടി വിശേഷിപ്പിക്കുന്ന ഒന്നായ കൂടുതൽ നല്ലത്. യെസ്, എന്ത് പറയാം നമുക്ക്? ടാലന്റഡ് എന്ന് പറയാം. യെസ്, ഹി ഈസ് എ ടാലന്റഡ് വർക്കർ എന്ന് പറയാം. അല്ലെങ്കിലോ അതെ, അതൊരു വളരെ നല്ലൊരെണ്ണാണ്. എന്താണ്? ഇന്റലിജന്റ്, നല്ല സ്മാർട്ടും ഇന്റലിജന്റുമായ ഒരു വർക്കറാണ് അയാള് അല്ലെ. ഇനി ഒരു വേർഡ് എന്താണ്? ഡിലിജന്റ് എന്ന് നമുക്ക് പറയാം. ഡിലിജന്റ്, ഡിലിജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിലിജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിലിജന്റിന്റെ മീനിങ് എന്താണ്? വളരെയധികം കെയർ ചെയ്ത് വളരെയധികം എന്താ പറയുക, ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഓരോ എന്താ പറയുക ഓരോ സെക്ഷനും അത്രയധികം കെയർ എടുത്ത് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ ഡിലിജന്റ് എന്ന് പറയുക. മെറ്റിക്കുലസ് ആയിട്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നിൽക്കാതെ എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ആണോ എന്ന് നോക്കുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പറയുക? ഡിലിജന്റ്. അപ്പൊ മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ എന്താണ്? ഈ ഹാർഡ്, സ്മാർട്ട്, ഗുഡ്, ടാലന്റഡ്, ഇന്റലിജന്റ്, ഡിലിജന്റ് എന്നൊക്കെ പറയുന്നത് ഇവിടെ അഡ്ജക്റ്റീവ് ആയി വരികയാണ് അല്ലെ. അതേപോലെ തന്നെ ഈ വർക്കർ എന്ന നൗണിനെ അത് മോഡിഫൈ അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുകയാണ്, അതിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞു തരികയാണ് അല്ലേ. ഇനി അപ്പൊ വേറൊരു എക്സാമ്പിൾ കൂടി. ഇപ്പം ഷീ, നമ്മൾ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി നോക്കുകയാണ്. അപ്പം ഷീ വോർ എ റേഡിയന്റ് സ്മൈൽ. അപ്പം സ്മൈൽ എന്നത് എന്താണ്? പുഞ്ചിരി അല്ലെ. ആ സ്മൈലിന്റെ മുൻപേ ഒരു റേഡിയന്റ് എന്ന അഡ്ജക്റ്റീവ് കൊടുത്തിരിക്കുക, അതായത് പ്രകാശം പരത്തുന്ന ചിരി, പുഞ്ചിരി. അതായത് വളരെയധികം എല്ലാവർക്കും ആ പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന ഒരു പുഞ്ചിരിയാണ് അവള് മുഖത്ത് അണിഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ദ മൂവി നിങ്ങളിപ്പോ തുടരെ മൂവിയൊക്കെ കാണാൻ പോയി, അപ്പൊ മൂവി അടിപൊളിയായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം അല്ലെ. മൂവി വാസ് ഇൻസൈൻലി ഗുഡ് അല്ലെങ്കിൽ മൂവി വാസ് ഗ്രേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ എന്താണ്? ഇത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള തരത്തില് ഒരു നൗണിനെ അതിന്റെ ക്വാളിറ്റിയെ പുറത്ത് പറയുന്ന ഒന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഈ കോൺസെപ്റ്റ് ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. യെസ്, ലോയൽ, ഹാർഡ് വർക്കിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് അഡ്ജക്റ്റീവ് ഒരു നൗണിന്റെ നേച്ചറിനെയോ ക്വാളിറ്റിയെയോ പറയുന്നതാണ് എന്ത്? അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി. ഓക്കെ, ഇറ്റ് വാസ് എ ഹാർട്ട് വ്രെഞ്ചിങ് സീൻ. വ്രെഞ്ച് അതായത് ഹൃദയത്തെ ഇങ്ങനെ എന്താ പറയാ ഞെരുക്കുന്ന ഒരു സീനായിരുന്നു. ഒരുപാട് നമ്മളിങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെഞ്ചിങ്ങനെ പിടിക്കുന്ന ഒരു തരത്തിലുള്ള നമ്മളെ കരയിപ്പിക്കുന്ന ഒരു സീനായിരുന്നു എന്നൊക്കെ പറയാം. വളരെ നല്ലൊരു എക്സാമ്പിൾ ആണത്. ഓക്കെ, അപ്പം സീൻ ഓക്കെ. അപ്പം ഇത്തരത്തില് എന്തിനെങ്കിലും ക്വാളിറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി. ക്വാളിറ്റി അതായത് നമ്മളൊരു ഈ മലബാർ ഗോൾഡിന്റെ ഒക്കെ പരസ്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. എന്താണ് ക്വാണ്ടിറ്റി? മീൻസ്
ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതേപോലെ ക്വാണ്ടിറ്റി എന്നത് എന്താണ്? ക്വാണ്ടിറ്റിയും ഒരു അഡ്ജക്റ്റീവ് ആണ്. എത്ര, ആ നൗണിനുള്ളിൽ അല്ലെങ്കിൽ ആ നൗണിനെ കുറിച്ച് അതിന്റെ ക്വാണ്ടിറ്റിയെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ തരുന്ന ഒരു അഡ്ജക്റ്റീവ് ആണെങ്കിൽ അത് എന്താകുന്നു? അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി എന്നതാകുന്നു. ഓക്കെ, അപ്പൊ ടെൽ us how much of something is meant. എത്രയാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു നൗൺ എന്ന് പറയുന്നത്, എത്രത്തോളം ഉണ്ട് എന്നതാണ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി. അപ്പൊ ഇപ്പൊ ഇവിടെ എന്താണ്? I ate some rice. ഞാൻ കുറച്ച് ചോറ് കഴിച്ചു അല്ലെ. അപ്പൊ ഇവിടെ കുറച്ച് എന്നുള്ളതാണ് എന്ത് പറയൂ? കുറച്ച് എന്നത് എന്താകുന്നു? അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആകുന്നു അല്ലെ. അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി മീൻസ് എത്രത്തോളം ഉണ്ട് എന്നതാണ് അവിടെ നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, മോസ്റ്റ് ഓഫ് ദ ഗസ്റ്റ്സ്. മനസ്സിലാവുന്നുണ്ടോ? മോസ്റ്റ് ഓഫ് ദ ഗസ്റ്റ്സ് ഹാവ് അറൈവ്ഡ്. ഒരുപാട് നമ്മൾ വിളിച്ചതില് അല്ലെ, വിളിച്ച ഗസ്റ്റുകളിൽ മോസ്റ്റ് ഓഫ് ദം, അവരിൽ മിക്കവാറുമുള്ളവര് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഗസ്റ്റിന്റെ ആ നമ്പറിനെ അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നതാണ് എന്ത് വിശദമാക്കുന്നത്? ഈ മോസ്റ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് വിശദമാക്കുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ അതെന്തായി മാറുന്നു? അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആയിട്ട് മാറുന്നു. അപ്പം ഇപ്പൊ ദേ ഫൗണ്ട്, അടുത്തൊരു എക്സാമ്പിൾ ആണ്. They found several solutions. They found several solutions to the problem. ആ പ്രോബ്ലത്തിനായിട്ട്, ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ട്, ആ ഇഷ്യൂക്കായിട്ട് അതിനെ ക്ലിയർ ചെയ്യാനായിട്ട് ഒട്ടനവധി സൊല്യൂഷൻസ്, സെവറൽ സൊല്യൂഷൻസ് ആണ് അതിനു വേണ്ടി അവര് ഫൈൻഡ് ചെയ്തത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം നിരവധി സൊല്യൂഷൻസ് എന്ന് പറയാനായിട്ട് ഇവിടെ സെവറൽ എന്ന അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്താണ്? അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ സെവറൽ, സം, മോസ്റ്റ്, a little അല്ലെങ്കിൽ a few, ഓക്കെ, അല്ലെങ്കിൽ few, many, അതുപോലെ തന്നെ എന്താണ് നമുക്ക് a lot of, much, more, ഇങ്ങനെയുള്ള എല്ലാ അതും എന്താണ്? അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സം ടൈം, ഇതൊക്കെ നമുക്ക് അഡ്ജക്റ്റീവ് ഓഫ് എന്താണ്? ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ലെസ്, ഓക്കെ, ഇതൊക്കെ എന്ത് തന്നെയാണ്? ഈ പറയുന്ന ഒരു നൗണിനെ കുറിച്ച് എന്തെങ്കിലും അത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന അഡ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി. ഓക്കെ, അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി. ഇത് മനസ്സിലായല്ലോ? ഈ ഒരു സബ്ജക്റ്റിന്റെ ഇത് നമുക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതെ, സം എന്നുള്ളത് ഒരു ക്വാണ്ടിറ്റി ആണ് അല്ലെ. അപ്പം ഇതിനെ കുറിച്ചൊക്കെ പറയുന്ന അഡ്ജക്റ്റീവ്സ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താണ്? ഒന്ന് ഫ്യൂ, a few. പിന്നെ രണ്ടാമത്തത് little, a little. എന്തായിരിക്കും ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ഫ്യൂ, a few. ഓക്കെ, ലിറ്റിൽ, a little. ഫ്യൂക്കും a fewക്കും എന്തായിരിക്കും ഡിഫറൻസ്? ഫ്യൂയും a few. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന്? ഇപ്പൊ നിങ്ങൾ രണ്ടും കണ്ടിട്ടുണ്ടാവും അല്ലെ? ഫ്യൂ ഓഫ് ദം, a few. അപ്പൊ നമുക്ക് ഈ ഫ്യൂവും a ഫ്യൂവും ഒന്നാണോ അതോ രണ്ടാണോ? രണ്ടാണെങ്കിൽ അത് രണ്ടിന്റെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂ എന്ന് ഫ്യൂ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വെർച്വലി നൺ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സീറോ. അതായത് ഒട്ടുമില്ലാത്തൊരു അവസ്ഥയാണ്. ഓക്കെ,
അത് വളരെ, അതായത് നമുക്ക് വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന അത്രയും ചെറുതാണ്, കുറച്ചാണ് നമുക്ക് അതിനുള്ളിലുള്ളത്. അതായത് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ. ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത, നമുക്ക് വളരെ വേഗത്തിൽ തള്ളിക്കളയാവുന്ന ഒരു നമ്പർ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതെന്തായിട്ടാണ് നമ്മൾ കണക്കാക്കുക? ഫ്യൂ ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയാണ് few of us would be rather sick. Few of us would be rather sick. Few of us would be rather sick than go to work with a cold than go to work. അപ്പൊ എന്താണ് ഇതിന്റെ മീനിങ് വരിക? ഞങ്ങളിൽ ചിലരെങ്ങനെയാണ് വർക്കിന് പോകുന്നതിനേക്കാളും ഇത് ഞങ്ങള് കോൾഡ് വന്നിട്ട് ഇരിക്കുകയാണ് നല്ലത് എന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്. അങ്ങനത്തെ എത്ര പേരുണ്ടാവും? ഒട്ടും നമ്മളെല്ലാവരും ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പം രാദർ ഒരു ജലദോഷം വന്നിട്ട് ഒരു വീട്ടിന്റെ ഒരു സൈഡിൽ ഇരിക്കുകയാണ്, ജോലിക്ക് പോകുന്നതിനേക്കാളും നല്ലത് എന്ന് ചിന്തിക്കുന്ന വളരെ വളരെ കുറച്ച് ആളുകളെ അവിടെ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഫ്യൂ ഓഫ് us, വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആ നമ്പറിനെ കണക്കിലെടുക്കാനായിട്ട് നമ്മൾ പറയാണ് ഫ്യൂ എന്നത്. ഓക്കെ, ഇനി അത് തന്നെ നമുക്ക് നോക്കാം. a few എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? a few എന്നുള്ളത് എന്തിനായിരിക്കും അപ്പൊ കുറിക്കുക? അതായത് സം അല്ലെങ്കിൽ ഒരു ഹാൻഡ്ഫുൾ ഓഫ് സംതിങ്, കുറച്ച്, ഒരു പിടി. ഓക്കെ, വിച്ച് ഇസ് മോർ ദാൻ ഫ്യൂ. മോർ ദാൻ സം ഓർ ഹാൻഡ്ഫുൾ. അപ്പൊ മോർ ദാൻ ഫ്യൂ ഉണ്ടാവണം അല്ലെ അവിടെ, അല്ലെ? മനസ്സിലാവുണ്ടോ? അപ്പൊ ഫ്യൂ എന്ന് പറയുമ്പോൾ അത്ര ചെറുതല്ല. ഇപ്പൊ നമ്മൾ വെറും ഫ്യൂ പറഞ്ഞതുപോലെയല്ല ആ ഫ്യൂ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് എന്തൊക്കെയോ ഉണ്ട്. ഓക്കെ, എന്നാൽ അത് വലിയൊരു നമ്പർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കൂട്ടം ആളുകൾ എന്തിനെങ്കിലും പോകുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് അധികം മേ ബി ഒരു പിടി എന്താ പറയാ അരി ആ പാത്രത്തിൽ ബാക്കി കിടക്കുന്നുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും? a few ഉപയോഗിക്കും. മനസ്സിലായല്ലോ? ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് മച്ച്, അധികം ഒന്നുമില്ല എന്നതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ വി ഹാവ് ലിറ്റിൽ ടൈം, ഞാൻ പറയാണ് വി ഹാവ് ലിറ്റിൽ ടൈം, നമുക്ക് കുറച്ച് സമയമുള്ളൂ. എന്താണ്? എക്സാമിന് കുറച്ച് സമയമുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇന്ന് പഠിക്കണം എന്ന് പറയണം. അല്ലെങ്കിൽ വി ഹാവ് ലിറ്റിൽ ടൈം, സോ ലെറ്റ് സ്റ്റാർട്ട് സ്റ്റഡിയിങ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വളരെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് വർക്കിംഗ് അല്ലെങ്കിൽ ലെറ്റ് സ്റ്റാർട്ട് സ്റ്റഡിയിങ് എന്ന് ഞാൻ പറയുകയാണ്. അതേസമയം ലിറ്റിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ലിറ്റിൽ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ സം, പക്ഷെ ഒട്ടും ഇല്ല എന്ന് നമ്മളെ കൊണ്ട് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, സം എന്നതിനേക്കാളും കുറവാണ്, സം ഓഫ് ഇറ്റ് എന്നൊക്കെ പറയുന്നതിനേക്കാളും കുറച്ചാണ് ഉള്ളത്. എന്നാൽ നൺ എന്ന് നമുക്ക് പറയാനും പറ്റില്ല. കാരണം നൺ എന്ന് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി നൺ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ കുറച്ച് എന്തൊക്കെയോ വളരെ കുറച്ചാണ് ഉള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹി പുട്ട് a little sugar in his coffee. A little sugar in his coffee. ഓക്കെ, അപ്പം അതാണ് ലിറ്റിലും ലിറ്റിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അപ്പം ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഫ്യൂ, ഫ്യൂ, ലിറ്റിൽ, ലിറ്റിൽ, ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇനി ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റണം. ഇത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റിയുടെ അടിയിലാണ് വരിക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ. അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? എത്ര നമ്പർ ഉണ്ടോ അതാണ്, വേറെ ഒന്നുമില്ല. ടെൽ us how many
ഈ പറയുന്ന adjective of number tells us how many or in what order, എന്ത് ഓർഡറിലാണ് എന്തെങ്കിലും ഉള്ളത് അല്ലെങ്കിൽ എത്ര എണ്ണമാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയണമെങ്കിൽ ഈ സം, ഫ്യൂ, സെവറൽ എന്നൊന്നും അല്ലാണ്ട് കറക്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് നമുക്കറിയാമെങ്കിൽ അതെന്തായിട്ട് മാറുകയാണ്? അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആണ്. ഓക്കെ, അപ്പം ഹി ഹാസ് 3 dogs എന്ന് പറയുമ്പോൾ എന്താണ്? അയാളുടെ വീട്ടില് 3 dogs ഉണ്ട്. ഓക്കെ, അയാളുടെ വീട്ടില് 3 dogs ഉണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന യൂട്യൂബ് ലൈവിന്റെ ഈ പറയുന്ന നമ്മുടെ പവർ പോയിന്റിന്റെ പാറ്റേൺ അല്ലെങ്കിൽ കളർ നിങ്ങൾക്ക് മാറ്റാം, കളർ അല്ലെങ്കിൽ പാറ്റേൺ നിങ്ങൾക്ക് മാറ്റാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ എന്ത് പറയാണ്? യു ക്യാൻ ചൂസ്. ഓക്കെ, യു ക്യാൻ ചൂസ് one color or pattern എന്ന് പറയാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു കളർ അല്ലെങ്കിൽ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം ഈ 1 എന്തായിട്ട് വരികയാണ്? അവിടെ അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആയിട്ട് മാറുകയാണ്. ഓക്കെ, അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഇതേപോലെയുള്ളത് ഡെഫിനിറ്റ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഈവൻ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള നമുക്ക് ഫ്യൂവും മെനിയും ഒക്കെ ഇതിന്റെ അടിയിലും കൊടുക്കാം. ഓക്കെ, ഇപ്പം I have 5 pens and 3 pencils. അപ്പോൾ 5ഉം 3യും എന്താണ് ഇവിടെ? അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആയിട്ട് വരികയാണ്. 4 girls are selected for the final team എന്ന് പറയുമ്പോൾ എന്താണ്? 4 girls, 4 എന്നത് ഇവിടെ അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ എന്ന് പറയുക. അടുത്തത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് ഒരു നൗണിനെ എന്ത് ചെയ്യാണ്? നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് വരുന്നത് എങ്കിൽ, അതായത് ഇപ്പൊ ദിസ് കാർ ഇസ് മൈൻ. അപ്പം ഈ കാറ്, ഓക്കെ, ഈ പർട്ടിക്കുലർ കാറ് എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് പോയിന്റ്സ് ഔട്ട് വിച്ച് പേഴ്സൺ, ഏതാണോ ഏത് തിങ്ങാണോ എൻ്റേത് അല്ലെങ്കിൽ ഏത് പേഴ്സൺ ആണോ എൻ്റേത് എന്ന് മീൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതാണ് പോയിന്റ്സ് ഔട്ട് വിച്ച് പേഴ്സൺ ഓർ തിങ് ഈസ് മെന്റ് എന്നതാണ് എന്ത്? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ലാസ്റ്റ് 3 ടൈപ്പാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. ഇൻറ്ററോഗേറ്റീവ് എന്ന് വന്നാൽ തന്നെ എന്താണ്? ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്നവ അല്ലേ? നമ്മൾ ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺസ് പഠിച്ചപ്പോഴും കണ്ടു നമ്മൾ ഈ പറയുന്ന WH ടാഗ് ഇതൊക്കെ വരുന്നത് അല്ലേ? വിച്ച്, വാട്ട്, ഹൂ എന്നീ ടൈപ്പിലെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. എന്നാൽ അത് തന്നെ ഒരു പ്രോനൗണിനെയോ നൗണിനെയോ മോഡിഫൈ ചെയ്യുന്ന ഒന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താവും? അത് അഡ്ജക്റ്റീവ് ആയിട്ട് മാറുന്നു. ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആയിട്ട് മാറുകയാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾക്ക് നിറയെ പേർക്ക് ഈ പ്രോനൗണും അഡ്ജക്റ്റീവും അഡ്വേർബും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവാത്തത് കൊണ്ടാണ് എല്ലാം ഒരേപോലെ ഉണ്ടല്ലോ, എല്ലാം ഒരേ സ്ഥലത്ത് ഉപയോഗിക്കുന്നതല്ലേ, എന്താണ് ഇതിന് ഡിഫറൻസ് എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഒരു പ്രോനൗണ് തന്നെ ഈ പറയുന്ന വിച്ച്, വാട്ട്, ദിസ് ആകുകയും റിലേറ്റീവ് ആയിട്ട് നമുക്ക് ഒന്നിന്റെയും ബന്ധം കാണിക്കാൻ ഉപയോഗിക്കുമ്പോൾ അത് പ്രോനൗൺ ആകുന്നു. ഡെമോൺസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഇൻറ്ററോഗേറ്റീവ് റിലേറ്റീവ് പ്രോനൗൺ ആകുന്നു. എന്നാൽ ഈ പറയുന്ന ഒരു പ്രോനൗണിനെയോ അല്ലെങ്കിൽ ഒരു നൗണിനെ തന്നെയോ മോഡിഫൈ ചെയ്യുമ്പോൾ അത് എന്തായി മാറുകയാണ്? അഡ്ജക്റ്റീവ് ആയിട്ട് മാറുകയാണ്. അപ്പൊ യൂസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. വിച്ച് ബുക്ക് ഡു യു പ്രിഫർ? ഓക്കെ, നിനക്ക് ഏത് ബുക്കാണ് താല്പര്യം എന്നാണ് അവിടെ ചോദിക്കുന്നത് അല്ലെ? അപ്പൊ അവിടെയുള്ള വിച്ച് എന്താവാണ്? ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആയിട്ട് മാറാണ്. ഓക്കെ, അടുത്തത് പൊസസീവ് അഡ്ജക്റ്റീവ്. ഒരു പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ് കാണിക്കാനാണ് എന്ത് യൂസ് ചെയ്യുക? പൊസസീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ മൈ ബാഗ് ഇസ് റെഡ്. അപ്പൊ മൈ എന്നുള്ളത് അവിടെ എന്താണ്? നമ്മൾ പഠിച്ചു ഇത് അല്ലെ? പൊസസീവ് അഡ്ജക്റ്റീവ്. പൊസസീവ് അഡ്ജക്റ്റീവിന്റെ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്താണ്? പറയൂ നോക്കട്ടെ. നമ്മുടെ ലൈവ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും, ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഇതിന്റെ ആൻസർ അറിയാം അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണിത്. അപ്പം പൊസസീവ് അഡ്ജക്റ്റീവിന്റെ സിംഗുലർ ഫസ്റ്റ് പേഴ്സൺ എന്താണ്?
സിംഗുലർ ഫസ്റ്റ് പേഴ്സൺ എന്താണ്? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ മൈ അല്ലെങ്കിൽ പ്ലൂറൽ വരികയാണെങ്കിൽ അവർ, ഫസ്റ്റ് പേഴ്സൺ അല്ലേ, ഫസ്റ്റ് പേഴ്സൺ. ഇത് നമ്മൾ കണ്ടതാണ്. അതേ സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത്. ചൂണ്ടിക്കാണിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പിൽ ഉള്ള ഒരു സംഭവം. അത് ഇപ്പോ മൈ ബോയ് ഫ്രണ്ട് ഈസ് യങ് അങ്ങനെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോ മൈ പെൻ ഈസ് ബ്ലൂ എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൈ സ്റ്റുഡൻറ് ഈസ് ദ ടോപ്പ് സ്കോറർ എന്ന് പറയുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള ഈ പൊസിഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ് കാണിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, യെസ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. ഒരു ഗ്രൂപ്പിലുള്ള ഓരോ ഇൻഡിവിജ്വൽ മെമ്പറിനെയും ഈ പറയുന്ന എടുത്ത് ഓരോന്നിനെ വൺ അറ്റ് എ ടൈം നമ്മൾ പഠിച്ചു അല്ലേ, വൺ അറ്റ് എ ടൈം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഈച്ച് അല്ലെങ്കിൽ എവരി എന്നുള്ളതായിരിക്കും അല്ലെ. അപ്പൊ ഈച്ച് സ്റ്റുഡൻറ് ഗോട്ട് എ പ്രൈസ്. പക്ഷെ ഇവിടെ ഈ സ്റ്റുഡൻറ് എന്ന ഈ നൗണിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് മോഡിഫൈ ചെയ്യാനായിട്ട് ഇവിടെ ഉപയോഗിച്ചതുകൊണ്ട് ഈച്ച് എന്താവുകയാണ്? അഡ്ജക്റ്റീവ് ആവുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഇപ്പൊ ഇവിടെ ബുക്കുണ്ട്, ബുക്കിനെയാണ് ഏത് ബുക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് ഇവിടെ ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവായി. ബാഗ് എന്നുള്ള നൗണിനെ മോഡിഫൈ ചെയ്യുന്നതുകൊണ്ട് ഇത് പോസസീവ് അഡ്ജക്റ്റീവായി. അതേപോലെ തന്നെ ഇവിടെ സ്റ്റുഡൻറ് എന്ന നൗണിനെയാണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അതെന്തായി? ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവായി. ഓക്കെ, അപ്പൊ റെഫേഴ്സ് ടു ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ്. അത് ഏതാണ്? ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് അഡ്ജക്റ്റീവിൽ അറിയേണ്ടതെല്ലാം. ഓക്കെ, അഡ്ജക്റ്റീവിന് ഇതേപോലെ അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഈ പറയുന്ന ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഷേപ്പ്, കളർ വൈസ് നിങ്ങൾ ഒരു 10 അഡ്ജക്റ്റീവ് തന്നാൽ 10 എണ്ണത്തിനും ഒരു ഫോർമാറ്റ് ഉണ്ട്. ഏതാണ് ആദ്യം ഇടേണ്ടത്, ഏതാണ് അവസാനം ഇടേണ്ടതെന്ന്. പക്ഷേ നമുക്കത് PSCക്ക് നമുക്ക് അധികമായിട്ടത് ചോദിക്കുന്നില്ല. ഓക്കെ, എന്നാലും നമ്മൾ അറിഞ്ഞു വെക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ ആ ഫോം കൂടി ഞാൻ പറയാം, നിങ്ങളത് നോട്ട് ചെയ്യുക. ഓക്കെ, എന്നെങ്കിലും നിങ്ങൾക്കത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഗ്രാജുവേറ്റ് ലെവലിന്റെ ക്വസ്റ്റ്യൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ചേഞ്ച് ഓഫ് പാറ്റേൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഹൈറാർക്കി കൂടി ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പം ഇവിടെ എഴുതുന്നുണ്ട്. നമുക്ക് അതിനൊരു കോഡ് വേർഡ് ഉണ്ട്, ദോശ സ്കാമ്പ് അല്ലെങ്കിൽ കോംബ്. ക്യാമ്പ് എന്ന് പറയാം കേട്ടോ. അപ്പം ദോശകളുടെ കോംബ് അല്ലെങ്കിൽ ക്യാമ്പ്. ഓക്കെ, ദോശകളുടെ ക്യാമ്പ് എന്ന് നമുക്ക് തന്നെ പറയാം. ഫസ്റ്റ് ഡി എന്തിനാണ്? ഡിറ്റർമിനേഴ്സ്. ഫോർ എക്സാമ്പിൾ ദിസ്, ആൻഡ്, എ, ദാറ്റ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഡിറ്റർമിനേഴ്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന് ദ, ഐ, ആൻഡ് എന്നൊക്കെ പറയാം. ഓക്കെ, ഡിറ്റർമിനേഴ്സ് അതാണ് നമ്മുടെ ഫസ്റ്റ് അഡ്ജക്റ്റീവ്സ്. ഓക്കെ, രണ്ടാമത് ഇപ്പൊ നിങ്ങൾ തരികയാണെങ്കിലും എ അല്ലെങ്കിൽ ആൻഡ്, ദ ഇതൊക്കെയാണ് നിങ്ങളുടെ ആദ്യം ഉള്ളത് എന്നുണ്ടെങ്കിൽ ദിസ്, ദാറ്റ് ഇതാണ്, ഈ അഡ്ജക്റ്റീവ് ആണ് ആദ്യം വരേണ്ടത്. രണ്ടാമതായിട്ട് നമ്മുടെ ഓ എന്ന് പറയുന്നത് എന്താണ്? ഒപ്പീനിയൻ ഓഫ് സംതിങ്. ഓക്കെ, ഒപ്പീനിയൻ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണോ, അല്ലെങ്കിൽ അഗ്ലി ആണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗുഡ് ആണോ ബാഡ് ആണോ എന്നൊക്കെ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ടാവും അല്ലെ. ആ ഒപ്പീനിയൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒപ്പീനിയൻ. ആ അഡ്ജക്റ്റീവ് ആണ് അടുത്തതായിട്ട് വരിക. അടുത്തതായിട്ട് എസ് എന്ന് പറയുന്നത് എന്താണ്? സൈസ് ഓഫ് സംതിങ്. ആ നൗണിന്റെ സൈസ്, അത് ഷോർട്ട് ആണോ, ബിഗ് ആണോ, ഹ്യൂജ് ആണോ, സ്മോൾ ആണോ എന്ന് പറയുന്നതാണ് അടുത്തത് വരിക. അടുത്തതായിട്ട് ഏജിനെ കുറിക്കുന്നത് ഓൾഡ്, ന്യൂ, യങ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ എസ്, ലാസ്റ്റ് എസ് എന്താണ്? ഷേപ്പ്. ഓക്കെ, സ്ക്വയർ ആണോ, റൗണ്ട് ആണോ, ലോങ് ആണോ, ഷോർട്ട് ആണോ എന്നുള്ളത്. ഓക്കെ, അടുത്തത് ക്യാമ്പിലേക്ക് വരുമ്പോൾ സി എന്ന് പറയുന്നത് എന്താണ്? കളറാണ്. ഓക്കെ, ഓ എന്ന് പറയുന്നത് ഇപ്പോൾ ഒറിജിൻ അല്ലെങ്കിൽ നാഷണാലിറ്റി. നമുക്ക് ഈ പറയുന്ന ഇന്ത്യൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താ? നമ്മുടെ നാഷണാലിറ്റി ആണല്ലേ ഇന്ത്യൻ. അപ്പൊ അങ്ങനെയുള്ളത്. എം എന്ന് പറയുന്നത് മെറ്റീരിയൽ, വുഡൻ ആണോ, പ്ലാസ്റ്റിക് ആണോ,
And the last one is purpose. For example, ഇപ്പോൾ റൈറ്റിംഗ്, കുക്കിംഗ് എന്നുള്ള ആ നൗൺ എന്തിനെയാണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പർപ്പസിനെ പറയുവാനായിട്ട്. അപ്പോൾ ദോഷാസ് ക്യാമ്പ് എന്നുള്ള ഈ എന്താണ് നമ്മുടെ റോയൽ ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സ് എന്നത് എല്ലാവരും ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് മറക്കാനായിട്ട് പാടില്ല. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എന്താണ്? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അണ്ടർ അഡ്ജക്റ്റീവ്. ഇതിലൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജക്റ്റീവ് മാത്രമല്ല, സംടൈംസ് അഡ്വേർബ്സും ഈ പറയുന്ന 3 ഡിഗ്രിയുടെ ഫോം കൈക്കൊള്ളാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് നോക്കാം. 3 എണ്ണമാണ്. വി ഹാവ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇൻ 3 ഫോംസ്. ഫസ്റ്റ് ഫോം എന്താണ്? പോസിറ്റീവ് ഡിഗ്രി. ബേസിക് ആയ ഫോമിനെയാണ് നിങ്ങൾ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് എ ടോൾ ബോയ്. ആ പറയുന്ന നൗണിന്റെ അതിനെ മോഡിഫൈ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ് എന്ത് എന്ന് പറയുന്നത്? ടോൾ. അപ്പം ഇവിടെ പോസിറ്റീവായിട്ട് യാതൊരു തരത്തിലുള്ള കമ്പാരിസണും വരുന്നില്ല. ഓക്കെ, ഒറ്റ ആളെ കുറിച്ചാണ്, ഒരാളെ കുറിച്ച് ഇവിടെ അയാളെ പറ്റിയുള്ള വിശേഷണം കൊടുക്കുകയാണ്. അപ്പൊ എന്താണോ അത്? പോസിറ്റീവ് ഡിഗ്രി. ഓക്കെ, ഇനി അടുത്തത് കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പാരിസൺ ബിറ്റ്വീൻ 2. കമ്പാരിസൺ 2 ആളുകൾ അല്ലെ, 2 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ ഒരു 2 വ്യക്തികളെയോ 2 വസ്തുക്കളെയോ പറ്റി നിങ്ങൾ താരതമ്യം നടത്തുകയാണ്, കമ്പാരിസൺ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ കമ്പാരിസൺ ബിറ്റ്വീൻ 2 എന്ന് പറയുന്നതാണ് എന്ത്? കമ്പാരിറ്റീവ് ഡിഗ്രി. ഹി ഈസ് ടോളർ ദാൻ ഹിസ് ബ്രദർ. ഹി ഈസ് ടോളർ ദാൻ ഹിസ് ബ്രദർ. അയാളുടെ ബ്രദറിനെക്കാളും എന്താണ്? ടോളർ ആണ് അയാൾ. ഓക്കെ, അടുത്തത് നോക്കുക. സൂപ്പർലേറ്റീവ് ഡിഗ്രി. മൂന്നാമത്തെയും ഓക്കെ ഏറ്റവും കൂടുതൽ 3 നമ്മൾ പറഞ്ഞു. 1 പോസിറ്റീവ് ഡിഗ്രി, ഒരാൾ വരുമ്പോൾ 2 എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി. ഈ പറയുന്ന 2ൽ കൂടുതലുണ്ടെങ്കിൽ 3 അല്ലെങ്കിൽ മോർ ആളുകളുടെ ഇടയിൽ കമ്പാരിസൺ നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കാം. ഹി ഈസ് ദ ടോളസ്റ്റ് ഇൻ ദ ക്ലാസ്. ഓക്കെ, അപ്പോൾ അയാൾ ടോളാണ്, അയാളുടെ ബ്രദറിനേക്കാളും ടോളാണ്, അയാളുടെ ക്ലാസ്സിൽ വെച്ച് തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ആളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഏതൊക്കെയാണത്? ആദ്യത്തേത് പോസിറ്റീവ് ഡിഗ്രി, രണ്ടാമത്തേത് കമ്പാരിറ്റീവ് ഡിഗ്രി, മൂന്നാമത്തേത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം നമുക്കിവിടെ 2 പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ, മഞ്ജു. മഞ്ജു ഈസ് നമുക്ക് തന്നിട്ടുള്ള ക്ലെവർ എന്ന് തന്നിട്ടുണ്ട്. ദാൻ സൂരജ്. മഞ്ജു ഈസ് ബ്ലാങ്ക് ദാൻ സൂരജ്. ക്ലെവർ എന്നുള്ള ഇത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? 2 പേരാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ, 1ൽ കൂടുതൽ 2 പേര് തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് അഡ്ജക്റ്റീവ്. അപ്പൊ ഇവിടെ എന്ത് വരും? ER എന്ന് ചേർക്കണം. ഫോർ എക്സാമ്പിൾ, മഞ്ജു ഈസ് ക്ലെവറർ ദാൻ സൂരജ്. ക്ലെവറർ ദാൻ സൂരജ്. ക്ലെവറർ എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് ഈ പറയുന്ന പോസിറ്റീവ് ഡിഗ്രി, സോറി കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് നമ്മളിപ്പോ പറഞ്ഞ ആ സാധനം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നോക്കൂ, വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഹി ഈസ് ദ, ഇത് ആക്ച്വലി നമുക്ക് വരാൻ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ PYQസിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കുക. ഓക്കെ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മനസ്സിലാവുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആവശ്യം അല്ലേ. അപ്പൊ നോക്കൂ, ഹി ഈസ് ദ ബ്ലാങ്ക് മാൻ ഓഫ് അവർ ടൗൺ. ഞങ്ങളുടെ ടൗണിലെ തന്നെ. അപ്പൊ ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കാം. A റിച്ച്, ഓക്കെ, B റിച്ചർ,
C richest and D none of these. അപ്പം ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് നോക്കൂ. He is the ബ്ലാങ്ക് മാൻ ഓഫ് അവർ ടൗൺ. നമ്മുടെ ടൗണിനുള്ളിൽ തന്നെ ഏറ്റവും, അപ്പൊ ടൗൺ എന്ന് പറയുമ്പോ എത്രയാ, 3-ൽ കൂടുതൽ ആളുകൾ ഉണ്ട് അതിൽ അല്ലെ. അപ്പൊ എന്തോ വരും, അതിനുള്ളിൽ തന്നെ ആ ടൗണിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതിൽ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളെന്നാണ് നമ്മൾ പറയേണ്ടത്. റിച്ചും അല്ല റിച്ചറും അല്ല, എന്താണ് റിച്ചസ്റ്റ്. ഹി ഈസ് ദ റിച്ചസ്റ്റ് മാൻ ഓഫ് അവർ ടൗൺ എന്ന് വേണം നമ്മൾ പറയുവാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് എന്ത്, കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പം പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ when we speak about only one person or thing, then we use our positive degree of comparison. ഫോർ എക്സാമ്പിൾ, അതായത് ഇപ്പൊ നമ്മൾ പറയും മനോജ് അല്ലെങ്കിൽ ആമി ഈസ് എ ക്ലെവർ സ്റ്റുഡൻറ്, ഷ്യാം ഇസ് എ ഗുഡ് സിംഗർ, ദിസ് ഫ്ലവർ ഇസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഡിഗ്രി. ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ മാത്രം പറ്റി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കാം. ഇനി അതേസമയം കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ 2 വ്യക്തികളെയോ 2 വസ്തുക്കളെയോ പറ്റി താരതമ്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പാരിറ്റീവ് ഡിഗ്രി എന്നതിനെ പറയാം. When 2 persons or things are involved, we use the comparative form. Okay, Manoj is cleverer than Suraj. Meera is more beautiful than Rekha. My uncle is fatter than my aunt. അപ്പം ഈ ER എന്ന് വരുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ മോർ ബ്യൂട്ടിഫുൾ, ആ ഒരു അഡ്ജക്റ്റീവിന്റെ ഫോമിന്റെ കൂടെ തന്നെ മോർ എന്ന് നമ്മൾ ചേർക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ER എന്ന് ചേർക്കുകയാണെങ്കിൽ അത് എന്ത് തന്നെയായിരിക്കും, കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, യൂഷ്വലി നമ്മൾ എപ്പോഴും ഇപ്പൊ നമ്മൾ ഇതിൽ കണ്ടതുപോലെ തന്നെ ദാൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ദാൻ ആണ് നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് വേണ്ടി യൂസ് ചെയ്യുക. എന്നാൽ ഈ പറയുന്ന വേർഡ്സ് വരികയാണെങ്കിൽ പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ, ഈ വേർഡുകൾ, ഈ 7 വേർഡ്സ് വന്നാൽ മാത്രം നിങ്ങൾ ദാൻ അല്ല ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും അവിടെ എന്ത് ഉപയോഗിക്കില്ല, ദാൻ അല്ല ഉപയോഗിക്കുക. അവിടെ മാത്രം നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം, ഈ പറയുന്ന ടു ആണ് നിങ്ങൾ യൂസ് ചെയ്യുക. ടു നോക്കൂ, ഐ പ്രിഫർ ടീ ടു കോഫി. ഐ പ്രിഫർ ടീ ടു കോഫി. ഞാൻ ചായയാണോ കാപ്പിയാണോ എനിക്കിഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് വന്നു, പ്രിഫർ എന്നുള്ളൊരു വേർഡ് വന്നു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, പ്രിഫർ അല്ലെങ്കിൽ ജൂനിയർ സീനിയർ എന്നൊക്കെ വരുമ്പോൾ ടു ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ പ്രിഫർ എന്ന് വന്നപ്പോ നോക്കൂ, ഐ പ്രിഫർ ടീ ടു കോഫി. ഞാൻ ചായയാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, കോഫി അല്ല. ഓക്കെ, അപ്പം ഇവിടെ ടു ആണ് നമ്മൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഹി ഈസ് ജൂനിയർ ടു ഹർ, അവൻ അവളുടെ ജൂനിയർ ആണ്. അല്ലെങ്കിൽ ഇപ്പോ ലീല ഈസ് സീനിയർ ടു ലക്ഷ്യ ഇൻ ദിസ് കോളേജ്, ഈ കോളേജില് ലക്ഷ്യയുടെ സീനിയർ ആണ് ആര്, ലീല. അല്ലെങ്കിൽ ഹി ഈസ് സീനിയർ ടു മീ, ഓക്കെ, അയാൾ എന്നെക്കാളും അയാൾ എൻ്റെ സീനിയർ ആയിട്ട് വരും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ടു എന്നത് ഉപയോഗിക്കുന്നു. നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രിയിലുള്ള ഈ എക്സെപ്ഷൻ റൂള് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലേ. ഇവിടെ ആദർശ് ക്ലവർ കറക്റ്റ് ആണ്, അൽഫിയ, ആദർശ്, അജയ്. എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നത്? നമ്മൾ ഈ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അജയ്. എന്തെങ്കിലും നമുക്കിങ്ങനെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓരോന്നിനും ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം PYQs തന്നെയാണ്. അത് മാത്രമല്ല നമ്മൾ ക്ലാസ് കഴിയുന്നതിന്റെ അവസാനം നമ്മൾ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള ടൈപ്പ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, അപ്പം പോസിറ്റീവ് ഡിഗ്രിയും കമ്പാരിറ്റീവ് ഡിഗ്രിയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പറയുന്ന കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഇതാണ് ഒരു എക്സെപ്ഷൻ വരുന്നത്. ഓക്കെ മിസ്, സൂപ്പർ. ഓക്കെ, താങ്ക് യു അൽഫിയ. ആ ഒരു ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഈ കോംപ്ലിമെന്റ്സും നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ടുമാണ് എൻ്റെ എനർജി. ഓക്കെ, അപ്പം ഈ 7 വേർഡ്സ്, അതെ വാക്യങ്ങൾ നമ്മൾ നല്ലോണം
ഉള്ളില് പതിച്ചു വെക്കുക. പ്രിഫർ ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ. ഇത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ദാൻ അല്ല എന്താണ് യൂസ് ചെയ്യുക? ടു ആണ് യൂസ് ചെയ്യുക. അതേപോലെ ചിലർക്ക് കമ്പാരിസൺ നടത്തുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി മാത്രമാണെന്ന് വിചാരിക്കുന്നവർ ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നമ്മൾ പറയാണ് ഹരീഷ് ഈസ് നോട്ട് ആസ് tall as ഹരീഷ് is not as tall as ആദർശ് എന്ന് നമ്മൾ പറയാണ്. ഓക്കെ, ഹരീഷ് is not as tall as ആദർശ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ് ആസ് tall as? ഇവിടെ ടോളർ എന്നില്ല. ഓക്കെ, അപ്പം ഇതെന്ത് തന്നെയാണ്? പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ തന്നെയാണ്. ഓക്കെ, പോസിറ്റീവ് ഡിഗ്രി, പക്ഷെ അതിനെ നെഗേഷനിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഈ ആസ് tall as, ആസ് ബ്യൂട്ടിഫുൾ ആസ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് തന്നെയാണത്? അത് പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ് എന്നത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് അജയ്. നമ്മൾ ഈ ദോഷാസ് ക്യാമ്പ് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മൂന്നിൽ അല്ലെങ്കിൽ 2-3 വേർഡ്സ് തരുകയാണ് ഈ ഓർഡറിൽ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ബിഗ് റൗണ്ട് റെഡ് ഫ്രഞ്ച് വുഡൻ റൈറ്റിംഗ് ടേബിൾ. മനസ്സിലാവുണ്ടോ? അപ്പൊ ഈ ടേബിൾ എന്നുള്ള നൗണിനെ ഇതാക്കാനായിട്ട് നമുക്ക് ഒരുപാട് അഡ്ജക്റ്റീവ്സ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ബിഗ്, ഈ റൗണ്ട്, റെഡ് ഇങ്ങനെയൊക്കെ എല്ലാം തരുമ്പോൾ നമുക്ക് എന്ത് അതിന്ന് ചൂസ് ചെയ്യണം എന്ന് ആദ്യം എഴുതണം എന്ന് അറിയില്ലെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ദോഷാസ് ക്യാമ്പ് എന്നുള്ള ഈ പറയുന്ന അബ്രീവിയേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക. എപ്പോഴും ഡിറ്റർമിനർ ആയിരിക്കും. അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഒപ്പീനിയൻ, സൈസ്, ഈ പറയുന്ന കളറ്, ഈ പറയുന്ന മെറ്റീരിയൽ ആൻഡ് പർപ്പസ്. അപ്പം ആ രീതിയിൽ നിങ്ങളിത് അറേഞ്ച് ചെയ്യാമെന്നുള്ളത് അറിഞ്ഞു വെക്കുകയാണ്. PSC ലെവലിൽ അത്തരം ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ പറയുന്ന മാറുന്ന പാറ്റേണിൽ ഇനി ക്വസ്റ്റ്യൻസ് മാറി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സഹായകമാകും എന്നുള്ളൊരു ഇതില്. ഓക്കെ, അപ്പം നമ്മൾ ഈ പറയുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒരേ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കാനുള്ളത്, ഡബിൾ കമ്പാരിറ്റീവ് ഒരിക്കലും ഉപയോഗിക്കരുത്. കമ്പാരിറ്റീവ് ഡിഗ്രി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, വെൻ യു ആർ യൂസിങ് കമ്പാരിറ്റീവ് ഡിഗ്രി, നെവർ യൂസ് എന്ത്? ഡബിൾ കമ്പാരിറ്റീവ്. അതായത് ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? മോർ അല്ലെങ്കിൽ ഈ പറയുന്ന ER ചേർത്ത് വരുന്നതൊക്കെ എന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇപ്പൊ ഞാൻ പറയാണ് മൈ ഹൗസ് അല്ലെങ്കിൽ മൈ ഹോം ഇസ് ബിഗർ ദാൻ യുവേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എന്തായി? നിന്റെ വീടിനെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ വീട് വലുതാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. എന്നാൽ ഇവിടെ ഞാൻ വീണ്ടും ഒന്ന് ചേർക്കുകയാണ്, മൈ ഹോം ഈസ് മോർ ബിഗർ ദാൻ യുവേഴ്സ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് എന്താവും? തെറ്റാവും. കാരണം ഒന്നെങ്കിൽ മോർ, ഓക്കെ, അല്ലെങ്കിൽ ബിഗർ, രണ്ടിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. രണ്ടും ചെയ്യുമ്പോൾ ഡബിൾ കമ്പാരിസൺ അവിടെ വരികയാണ്. ആ ഡബിൾ കമ്പാരിറ്റീവ് എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇനി അടുത്തത് നമുക്കൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് വരുന്നുണ്ട്. അതിൽ ഈ പറയുന്നത് ഡബിൾ സൂപ്പർലേറ്റീവ് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. അപ്പൊ അങ്ങനെയും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്തെന്ന് നോക്കാം. When 3 or more persons or things are being referred to, we use the superlative form. ഒന്നിൽ അല്ല 3-ൽ കൂടുതൽ ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ തിങ്സ്, വസ്തുക്കളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, 2-ൽ കൂടുതലോ വ്യക്തികളെയോ വസ്തുക്കളെയോ നമ്മൾ താരതമ്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നത് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, രാജസ്ഥാൻ ഇസ് ദ ലാർജസ്റ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. രാജസ്ഥാനാണ് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളെക്കാളും വലുത്. അപ്പം എപ്പോഴും ഈ പറയുന്ന സൂപ്പർലേറ്റീവിന്റെ മുൻപിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കും. രാജസ്ഥാൻ ഈസ് ദ ലാർജസ്റ്റ് ഓഫ് ഓൾ ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആമി ഈസ് ദ ക്ലെവറസ്റ്റ് ഓഫ് ഓൾ ദ സ്റ്റുഡൻസ് ഇൻ മൈ ക്ലാസ്. ഓക്കെ,
അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ പറയുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ ഫോം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡബിൾ സൂപ്പർലേറ്റീവ് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ഡബിൾ സൂപ്പർലേറ്റീവ് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാതെ ഇരിക്കുക. എന്താണ് ഡബിൾ സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത്? ഒന്നെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ രാജസ്ഥാൻ ഈസ് ദ ലാർജസ്റ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയാം. ഓക്കെ, പക്ഷെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? മോസ്റ്റ് ആഡ് ചെയ്യരുത്. ഒന്നെങ്കിൽ രാജസ്ഥാൻ ഈസ് ദ മോസ്റ്റ്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ലാർജസ്റ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പം ഡബിൾ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾ മോസ്റ്റ് കൊടുക്കുമ്പോഴാണ് ഇത് എന്താവുക? ഈ ഡബിൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ആവുക. ഓക്കെ, രാജസ്ഥാൻ ഈസ് ദ മോസ്റ്റ് ലാർജസ്റ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, അതാണ് ഈ പറയുന്ന ഡബിൾ സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കരുത്, തെറ്റാണ്. ഒന്നെങ്കിൽ മോസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ലാർജസ്റ്റ്, രണ്ടിലേതെങ്കിലും ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതാണ് ഈ പറയുന്ന ഡബിൾ സൂപ്പർലേറ്റീവും ഡബിൾ കമ്പാരിറ്റീവും നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ പറയാണ്, ഊട്ടി. ഊട്ടി ഈസ് വൺ ഓഫ് ദ റിസോർട്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇവിടെ എന്ത് വരും? സൂപ്പർലേറ്റീവ് ഡിഗ്രി തന്നെയായിരിക്കും എന്ത് ചെയ്യുക? അവിടെ വരിക അല്ലേ? അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ ഹെൽത്തി, ബി മോസ്റ്റ് ഹെൽത്തിയസ്റ്റ്, ആൻഡ് സി ഹെൽത്തിയസ്റ്റ്, D none of these. ഓക്കെ, അപ്പൊ നോക്കൂ, എ ഹെൽത്തി, ബി മോസ്റ്റ് ഹെൽത്തിയസ്റ്റ്, സി ഹെൽത്തിയസ്റ്റ്. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി തന്നെയാണ് വരിക. അപ്പൊ ബി ആണോ സി ആണോ ഇവിടെ വരിക? ഊട്ടി ഈസ് വൺ ഓഫ് ദ ബ്ലാങ്ക് റിസോർട്ട്സ് ഇൻ ഇന്ത്യ. എന്തായിരിക്കും വരിക? തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഡബിൾ സൂപ്പർലേറ്റീവ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഡബിൾ സൂപ്പർലേറ്റീവ് എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു തീർന്നതല്ലേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും മോസ്റ്റ് ഹെൽത്തിയസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് അതിന്റെ കൂടെ തന്നെ വീണ്ടും ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു അഡ്ജക്റ്റീവ് നമ്മൾ ഉപയോഗിക്കില്ല. അപ്പം സി ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അവിടെ എന്ത് വരും? സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. സി ഇസ് ദ കറക്റ്റ് ആൻസർ. സി ഇസ് ദ കറക്റ്റ് ആൻസർ. വിഷുവിന് പടക്കം പൊട്ടിച്ചവൻ. അത് സൂപ്പർ യൂസർ നെയിം ആണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ടൊരു യൂസർ നെയിം ആണ്. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞത് എന്തായിരുന്നു? ഡബിൾ സൂപ്പർലേറ്റീവ് നമ്മൾ ഉപയോഗിക്കില്ല. ഒന്നെങ്കിൽ മോസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്തിയസ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഹെൽത്തിയസ്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഹെൽത്തിയസ്റ്റ് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പം രണ്ട് ടൈപ്പുകളാണ് ഇതിലുള്ളത്. ഇന്റർചേഞ്ച് ചെയ്യാനായിട്ട് നമുക്കത് നോക്കാം. അപ്പം ആദ്യമായിട്ട് ഈ പറയുന്ന സൂപ്പർലേറ്റീവ്സ്, ഈ പറയുന്ന കമ്പാരേറ്റീവ് ആൻഡ് പോസിറ്റീവിന് വേണ്ടി മാത്രം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ക്ലാസ് വെക്കേണ്ടി വരും. എന്താന്ന് വെച്ചാൽ ഓരോ വേർബിനുമുള്ള ഇപ്പോൾ ഒരു എങ്ങനെയാണ് ഒരു പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസണിലുള്ളതിനെ കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവിലേക്ക് നമ്മൾ മാറ്റുക. അതേപോലെ തന്നെ ഇന്റർചേഞ്ചിങ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, എങ്ങനെയാണ് ഒരു ഡിഗ്രിയിലുള്ള ഒന്നിനെ മറ്റൊരു ഡിഗ്രിയിലേക്ക്, ഒരു ഡിഗ്രിയിലുള്ള അഡ്ജക്റ്റീവിനെ അർത്ഥവ്യത്യാസം കൂടാതെ മറ്റൊരു ഡിഗ്രിയിലേക്ക് എങ്ങനെ മാറ്റാൻ കഴിയുമെന്നതും നമ്മൾ നോക്കണം. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ. Kerala is more beautiful. Kerala is more beautiful than blank in India. From A, all other states. B, any other states.
ആൻഡ് സി എന്ന് പറയുന്നത് ഓൾ സ്റ്റേറ്റ്സ്, ടി എന്ന് പറയുന്നത് എനി അതർ സ്റ്റേറ്റ്സ്. ഓക്കെ, ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നൊന്ന് പറയാവോ? any other yes, correct ആയിട്ടുള്ള ആൻസർ ഏതാണ്? any other state. Kerala is more beautiful than any other state in India. കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള മറ്റേത് സ്റ്റേറ്റിനേക്കാളും ബ്യൂട്ടിഫുൾ കേരളയാണ് എന്നാണ് പറയുന്നത് നമ്മൾ. ഓക്കെ, അപ്പം എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, മറ്റെല്ലാ ഏത് സ്റ്റേറ്റിനേക്കാളും അധികം ബ്യൂട്ടിഫുൾ ആരാണ്? കേരളയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന അഡ്ജക്റ്റീവിന്റെ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ഷീ ഈസ് ബ്ലാങ്ക് ആസ് ഹെർ സിസ്റ്റർ. സ്മാർട്ട്, സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ്, മോർ സ്മാർട്ട്. ഇവിടെ എന്താണ് നമ്മളിപ്പോ പറഞ്ഞു? ആസ് ടോൾ ആസ് എന്ന് പറഞ്ഞു, നമ്മൾ ആസ് ബ്യൂട്ടിഫുൾ ആസ്. അതേപോലെ ഇവിടെ അപ്പൊ എന്തായിരിക്കും വരിക? നമുക്ക് ഈ പറയുന്ന സ്മാർട്ടർ വരില്ല, സ്മാർട്ടസ്റ്റ് വരികയില്ല, മോർ സ്മാർട്ട് വരികയില്ല. ഷീ ഈസ് ആസ് സ്മാർട്ട് ആസ് ഹെർ സിസ്റ്റർ. ഇവിടെ പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ്. അവളുടെ സിസ്റ്ററിനെ പോലെ തന്നെ അവളും സ്മാർട്ടാണ്. യെസ്, എ ഇസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹി ഈസ് ദ ഡാഷ് ബോയ് ഇൻ ദ ടീം. ഇവിടെ നോക്കൂ, ടീം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 3-ൽ കൂടുതൽ ആളുകളുണ്ട് അവിടെ, അല്ലേ? അപ്പൊ 3-ൽ കൂടുതൽ ആളുകൾ ഉണ്ട് അവിടെ എങ്കിൽ അവിടെ എന്തായിരിക്കും നമ്മൾ കൊടുക്കേണ്ട വിശേഷണം? ഹി ഈസ് ദ ടോൾ ബോയ് ഇൻ ദ ടീം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ടോളർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. തീർച്ചയായിട്ടും സി കറക്റ്റ് ആണ്. അതെ, സുംബീഷ് മേഘ വിഷുവിന് പടക്കം പൊട്ടിച്ചവൻ. ആ യൂസർ നെയിം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയുമില്ല. അരവിന്ദ് മോഹൻ കറക്റ്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ടോളസ്റ്റ്, ഹി ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ടീം എന്നാണ് അതിന് ഉത്തരം. അടുത്ത നോക്കൂ. ദിസ് ഈസ് ദ ബ്ലാങ്ക് പെൻ ഐ വാസ് ലുക്കിംഗ് ഫോർ. ഓപ്ഷൻ എ ദാറ്റ്, ഓപ്ഷൻ ബി ദോസ്, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി ദ സെയിം. ഏതായിരിക്കും ആൻസർ? ദിസ് ഈസ് ദാറ്റ് പെൻ ഐ വാസ് ലുക്കിംഗ് ഫോർ എന്ന് പറയുകയില്ല, ദോസ് എന്ന് നിങ്ങൾ പറയുകയില്ല, ദിസ് ഈസ് ദ പെൻ ഐ വാസ് ലുക്കിംഗ് ഫോർ. ഓക്കെ, സാധ്യതയുണ്ട്, പക്ഷെ എന്തോ ഒന്ന് മിസ്സിംഗ് ആണ്. അപ്പൊ എന്തായിരിക്കും? ദ സെയിം. ഇതാണ് ഞാൻ പറഞ്ഞ പെൻ, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം എന്നൊക്കെ പറയുന്ന പോലെ ദിസ് ഈസ് ദ സെയിം പെൻ ഐ വാസ് ലുക്കിംഗ് ഫോർ. അപ്പം ഇവിടെ നിങ്ങൾക്ക് എവിടെയാണ് ഡൗട്ട് വരിക? ദ ആൻഡ് ദ സെയിം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ആ നമ്പർ, ഈ പറയുന്ന ക്വാളിറ്റി അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് പറയാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള അഡ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ നോക്കിയില്ലേ? അപ്പൊ അത് ഒന്നുകൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ കിട്ടും. ദ സെയിം, ഡി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിരിക്കാം. ഇനി അടുത്ത് നോക്കൂ. മാംഗോ ഈസ് ബ്ലാങ്ക് ദാൻ ആപ്പിൾ. സ്വീറ്റ്, മോർ സ്വീറ്റ് ആൻഡ് സ്വീറ്റർ. ദാൻ എന്ന് വന്നു അല്ലേ? അപ്പൊ അവിടെ തീർച്ചയായിട്ടും എന്ത് തന്നെയായിരിക്കും? കമ്പാരറ്റീവ് ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പം സ്വീറ്റർ ദാൻ ആപ്പിൾ. ഇറ്റ് വാസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് വാസ് ദ ബ്ലാങ്ക് മൊമെന്റ് ഓഫ് ഹിസ് ലൈഫ്. ദ എന്ന് വന്നിട്ടുണ്ട്. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപാണ് നമ്മുടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരിക. അപ്പൊ പ്രൗഡ് അല്ല, പ്രൗഡസ്റ്റ് അല്ല, പ്രൗഡസ്റ്റ് അല്ലേ? ഇറ്റ് വാസ് ദ പ്രൗഡസ്റ്റ് മൊമെന്റ് ഓഫ് ഹിസ് ലൈഫ്. ഇനി ആറാമത്തത് ഡാഷ്. ആൻസർ ഇവിടെ വന്നിട്ടുണ്ട്. ഡാഷ് ബുക്ക് ഡു യു വാണ്ട്. ബ്ലാങ്ക് ബുക്ക് ഡു യു വാണ്ട്. വാട്ട്, വിച്ച്, ഹൂ, ഹൂസ്. ഒരു പെർട്ടിക്കുലർ ബുക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു എന്തായിരിക്കും ഈ പറയുന്ന വിച്ച് ബുക്ക് ഡു യു വാണ്ട്. ഫിഫ്ത്ത് വൺ സി ആണ്. അപ്പോൾ ഫോർത്ത് വൺ സി ആണ്, ഫിഫ്ത്ത് വണ്ണും സി ആണ്, സിക്സ്ത് വൺ ബി ആണ് ആൻസർ. ഓക്കെ, സോ അത്രയുമാണ് നമ്മുടെ അഡ്ജക്റ്റീവ്സ് ഇന്നത്തെ ക്ലാസ്. എന്തൊക്കെ ടൈപ്പ് അഡ്ജക്റ്റീവ്സ് ഉണ്ട്, എന്തിനു മുൻപിലാണ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുക, 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺസ് വിത്ത് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ
അപ്പം തീർച്ചയായിട്ടും ലൈവ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ് എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്, നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി, നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെ എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. Okay, so this is me Malavika signing off. I will join you in yet another live. So till then, നന്നായി പഠിക്കുക, മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് ഈ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. ഇത്തവണ 2025 നമ്മുടെ വർഷമാണ്, നമുക്ക് ജോലി കിട്ടുന്ന വർഷമാണ് എന്ന് ഉറപ്പിച്ച് തന്നെ പഠിക്കുക. Okay, see you everybody, see you all in the next live.